ശ്രീ ശ്രീത് പണിക്കർ, ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? സാമാന്യ ജനത്തിന്റെ അറിവിൽ തൊണ്ടി മുതൽ ഇല്ല. നേരത്തെ രാജു പിന്നാർ പറയുന്ന പോലെ ക്രൈമിന്റെ രീതി എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ പ്രതികൾ ഇറങ്ങിയ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു. ഒറ്റയാഴ്ച മുമ്പ് ഇതേ SIT കോടതിയിൽ പറഞ്ഞതാണ് ഈ പ്രതികൾ. അവരോരോന്നും ഇറങ്ങിപ്പോകുന്നു. ഒന്നാം പ്രതി ഇറങ്ങിപ്പോകുന്നു. അപ്പോഴും ദേവസ്വം ബെഞ്ചിന് പ്രശ്നമില്ല. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് കേസ് അന്വേഷണം ശരിയായ വഴിക്ക് പോകുന്നു എന്നാണോ, അതോ അന്വേഷണം നാനാവിധമാകുന്നു എന്നാണോ ശ്രീ ശ്രീത് പണിക്കർ? ഹാഷ്മി പറഞ്ഞതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. അന്വേഷണം നാനാവിധമാകുന്നു എന്ന് തന്നെയാണ് ഒരു വിശ്വാസി ഈ സമയത്ത് ചിന്തിക്കുന്നത്. വിശ്വാസി മാത്രമല്ല, കേരളീയ പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഹാഷ്മി ആ പറഞ്ഞ പോയിന്റിൽ തന്നെ അതുണ്ട്. അതായത് സ്വാഭാവിക ജാമ്യം, സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കക്ഷികളൊക്കെ തന്നെ, ഈ പ്രതികളൊക്കെ തന്നെ ഈ ജാമ്യത്തിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ജാമ്യം കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം അവരൊക്കെ ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ പലതരത്തിൽ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തു വരുന്നത് ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തും എന്ന് വാദമുള്ള SIT സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവർ പുറത്ത് അങ്ങനെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭാഗികമായിട്ടുള്ള ഒരു കുറ്റപത്രമെങ്കിലും തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ 85ാമത്തെ ദിവസം ഒരാളിൻ്റെ ജാമ്യം എതിർത്തിട്ട് അയാൾ പുറത്തു വന്നാൽ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് 90ാമത്തെ ദിവസം അയാൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന രീതിയിലത്തേക്ക് SIT പ്രവർത്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സീരിയസ്നെസ്, ആ ഒരു റിഗർ, അതൊന്നും തന്നെ അവരുടെ അന്വേഷണത്തിൽ ഇല്ല എന്ന് മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഹൈക്കോടതി തന്നെ 2 തരത്തിലാണ് ഈ അന്വേഷണത്തിൽ അവരുടെ കോൺഫിഡൻസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് പറയുന്നത് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി എന്നാണ്. എന്നാൽ പലപ്പോഴും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ച് പറയുന്നത് ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഒരേ സമയത്ത് ഒരേ കേസ് കേൾക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചുമതലകളാണുള്ളത് എങ്കിലും അവർക്ക് ഈ അന്വേഷണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കോൺഫിഡൻസ് ആണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് വലിയ ആശ്ചര്യം ഉണ്ടാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ അതുകൊണ്ട് നമ്മളിപ്പോൾ സർക്കാരിനും വലിയ താല്പര്യമുള്ളത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡറുകളിൽ മാത്രമാണ്. നമ്മൾ ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡറുകളെ മാത്രം നോക്കുകയാണ്, ജസ്റ്റിസ് ബദറുദ്ദീനെ പരിഗണിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അന്വേഷണം കൃത്യമായിട്ട് പോയിട്ടുണ്ടോ? സുഭാഷ് കപൂർ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കല്ല. അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ പരിചിതമാകുന്നത് പോലും ഹൈക്കോടതി അത് പറഞ്ഞതിന് ശേഷമാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, സീസൺ സമയത്തിന് മുമ്പ് മെയിൻ്റനൻസ് തീർക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആവശ്യമില്ലെങ്കിലും പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള ഭരണസമിതി ഒരു തിടുക്കം കാണിച്ചു അനാവശ്യമായിട്ട് എന്ന് പറഞ്ഞിരുന്ന ഒബ്സർവേഷൻ വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെയോ മാധ്യമങ്ങളുടെയോ ഭാഗത്തു നിന്നല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ്. പോറ്റിയുടെ കയ്യിൽ നേരത്തെ തട്ടിയെടുത്തിരുന്ന സ്വർണ്ണമുണ്ടെന്ന് ഉറപ്പായിട്ടും പ്രശാന്തിൻ്റെ ഭരണസമിതി അദ്ദേഹത്തിനെ വീണ്ടും ഈ മെയിൻ്റനൻസ് വർക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. നമ്മുടെ ദേവസ്വത്തിൻ്റെ മാനുവലുണ്ട്, ഹൈക്കോടതിയുടെ 2023 ഉത്തരവുണ്ട്. ഇത് രണ്ടും പ്രോഹിബിറ്റ് ചെയ്തിട്ടും അതിനെ രണ്ടും ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിയെ അറിയിക്കാതെ, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ ഉരുപ്പടികളെല്ലാം തന്നെ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ദേവസ്വത്തിൻ്റെ ഒരു ഭരണസമിതിയാണ്, തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുണ്ട്. 2018 മുതലുള്ള കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെയിം പാറ്റേൺ 2025 വരെ തുടർന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ദേവസ്വത്തിൻ്റെ ഇതേ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടക്കാതിരിക്കുന്ന സമയത്ത് SITയുടെ അന്വേഷണം എങ്ങനെയാണ് ശരിയായ നിലയ്ക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് മറ്റെന്തോ ഒരു നമുക്കറിയാത്ത രഹസ്യമായിട്ടുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറയുന്നത് എങ്കിൽ ശരി, പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പരിമിതമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ ജാമ്യാപേക്ഷയിൽ കാണുന്ന കാര്യങ്ങൾ, ജാമ്യം അനുവദിക്കുന്ന സമയത്ത് സിംഗിൾ ബെഞ്ച് പറയുന്ന, അല്ലെങ്കിൽ അത് പരിഗണിക്കുന്ന സമയത്ത് സിംഗിൾ ബെഞ്ച് പറയുന്ന ചില ഓർഡറുകൾ, ഒപ്പം ഹൈക്കോടതിയുടെ തന്നെ ഇടക്കാലത്ത് വന്നിരിക്കുന്ന ഈ ഡിവിഷൻ ബെഞ്ചിന്റെ പല ഓർഡറുകൾ, ഇതൊക്കെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ഒരൊറ്റ പ്രശ്നത്തിനെയും SIT നാളിതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. തന്നെയുമല്ല, SITയുടെ അന്വേഷണം വളരെ ദുർബലമാണ്. അത് സർക്കാരിന് താല്പര്യമുള്ള അല്ലെങ്കിൽ പോലീസിന് താല്പര്യമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ മറ്റൊരു രീതിയിലാണ് SIT പ്രവർത്തിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് വലിയ ആശങ്ക ഉണ്ടായിരുന്ന അതേ കാര്യം ഇവിടെ ഡിവിഷൻ ബെഞ്ച് പ്രതിഫലിപ്പിച്ചില്ല. അത് ചെയ്തത് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ചാണ്. DIG ആണ് മകൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ജഡ്ജ് ഒരു ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കേസിൻ്റെ മെറിറ്റിലേക്ക് പോലും വളരെ കാര്യമായിട്ട് പോവുകയില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീന് പറയേണ്ടി വന്നത്? എന്ത് കാരണത്താലാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശങ്കർദാസ് ചികിത്സയിലിരുന്നത്? അദ്ദേഹത്തിന് എന്തായിരുന്നു ഇത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നം? അതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി ഒരു മെഡിക്കൽ റിപ്പോർട്ട് തനിക്ക് സമർപ്പിക്കണമെന്ന് ജാമ്യ ഹർജി പരിഗണിച്ചിരിക്കുന്ന, ജാമ്യം നിഷേധിച്ച ഒരു ജഡ്ജ് പറയണമെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിലുള്ള കോൺഫിഡൻസ് ആണോ അത് കാണിക്കുന്നത്? അല്ലയോ?
അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ, വിശ്വാസികളുടെ, പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള താല്പര്യം ഈ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നത് സിംഗിൾ ബെഞ്ചാണ്. പക്ഷെ എന്തോ മറ്റു കാരണങ്ങളല്ല, അതൊരു പക്ഷേ മറ്റെന്തെങ്കിലും രഹസ്യമായിട്ടുള്ള വിവരം, നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു വിവരം ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിന്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അത് നമ്മുടെ മുന്നിൽ ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ മുന്നിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ SITയുടെ മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ വഴിതെറ്റിയ അന്വേഷണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതുകൊണ്ട് നമുക്ക് തൽക്കാലം SITയെ വിശ്വസിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഉന്നത മേഖലകളിലുള്ള സ്വാധീനം എങ്ങനെ വരുന്നു? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം. ഡിസംബർ 4-ന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല, അന്വേഷണത്തിൽ റിഗർ ഇല്ല, അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നൊക്കെ ഈ സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് ശേഷമാണ് തുടരെ പല അറസ്റ്റുകൾ നടന്നത്. ഈ അറസ്റ്റുകളൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ പത്മകുമാറാണ് ഒപ്പിട്ടത്, അദ്ദേഹമാണ് വെട്ടിത്തിരുത്തിയത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള കൂട്ടുത്തരവാദിത്വം മറ്റുള്ള ആൾക്കാർക്കുണ്ടല്ലോ. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ അപ്പോയിന്റുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയ നേതൃത്വമായിട്ടും ഭരണ നേതൃത്വമായിട്ടും പറയാം. ഇപ്പോൾ തന്ത്രിയുടെ കേസിൽ കോടതി കണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ SIT പറയുന്ന ഒരു കാര്യം എന്താണ്? തന്ത്രി മൗനാനുവാദം കൊടുത്തു, റിപ്പോർട്ട് ചെയ്യാമായിരുന്നിട്ടും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പിത്തളപ്പാളികൾ എന്ന് എഴുതിയിരിക്കുന്നതിനെ വെട്ടി ചെമ്പുപാളികളാണ്, സ്വർണ്ണമല്ല എന്ന് പത്മകുമാർ എഴുതിയിരിക്കുമ്പോൾ ആ സമയത്ത് പത്മകുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് ഇത് സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാത്ത സമയത്ത് തന്നെ പത്മകുമാർ ചെയ്ത കുറ്റത്തിന്റെ അതേ കൂട്ടുത്തരവാദിത്വം ഇവർക്ക് ഉണ്ടായിരുന്നിട്ടും അവരുടെ അറസ്റ്റ് വൈകിപ്പിച്ചു. അതിൽ തന്നെ വിജയകുമാറിനും ശങ്കർദാസിനും ഒരേ തരത്തിലുള്ള ഉത്തരവാദിത്തമായിട്ടും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. മറ്റു പല ആൾക്കാരുടെയും കാര്യത്തിൽ കോടതി എന്താണ് ആരോഗ്യ വിഷയങ്ങൾ വന്നപ്പോൾ പറഞ്ഞത്? നിങ്ങൾ അറസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് കസ്റ്റഡിയിലാണെങ്കിലും നിങ്ങളുടെ ചികിത്സ തുടരാം. എന്നാൽ അതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷവും ഇവിടെയുള്ള പോലീസുകാരെല്ലാം എല്ലാ ദിവസവും ആശുപത്രിയിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പോലുമില്ല. എന്ന് വെച്ചാൽ വളരെ ഓപ്പൺ ബയാസ് അല്ലേ? വളരെ കൃത്യമായിട്ട് നമ്മളൊക്കെ അന്ന് മുതൽ തന്നെ പറയുന്ന അതേ അഭിപ്രായം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ചിന്തയെ, നമ്മുടെ എല്ലാവരുടെയും ആശങ്കകളെ ഈ ബെഞ്ചാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ഈ പല ആൾക്കാർക്കും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്ന രീതിയിലത്തേക്ക് ഒരു തരത്തിലുള്ള ആക്ഷനും ഇല്ലാത്ത രീതിയിൽ 1-ാം പ്രതി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു. 1-ാം പ്രതി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബെയിൽ ആപ്ലിക്കേഷൻ കിട്ടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഈ തന്ത്രി എന്തോ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ പോവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.